ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും NSK വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നമ്മളെല്ലാവരുടെയും കയ്യിലുണ്ടാവും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. നമുക്ക് ലാംഗ്വേജുകളൊക്കെ നന്നായി ചെയ്യാവുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അത് കുറച്ച് കാലങ്ങളായി വന്നിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ഓപ്ഷനാണത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇതിൽ ഏറ്റവും പുതിയതായി വന്ന ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാം. അതിനായി നമ്മൾ ആദ്യം ക്യാമറ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അതിൽ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, ഇതൊരു സാധാരണ ബുക്കാണ്. ഇതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ക്യാമറ വെച്ചാൽ എന്തായാലും ഉണ്ടാവുമെന്ന് നോക്കാം. കണ്ടില്ലേ, ഈ ഇംഗ്ലീഷിലുള്ള ലെറ്ററൊക്കെ മാറി ഇപ്പോൾ മലയാളം വന്നു. ആൾട്രോൺ, സെറ്റാനിൽ. ഇതിലൂടെയുള്ള കൂടുതൽ വീഡിയോസ് നമുക്ക് നോക്കാം. ജാഗ്രത. ലെഫ്റ്റ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ അനുഭവിക്കുക. മറ്റു രാസവസ്തുക്കൾ കാഴ്ചക്കാരെ നിങ്ങൾ പ്ലാസ്റ്റിക് നാശം ചുവപ്പ് ലേബൽ ചായ. പുതിയത് ബ്രേക്കുമുണ്ട്, ചുവപ്പ് ലേബൽ ചായ. പൈനാപ്പിൾ ജാം. ചുംബനം, കിസ്സിംഗ് അല്ല, കിസ്സാനം. മിൽമ. 40 വിറകുണ്ടല്ലോ. ഇതാണ് 40 വിറക്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഓരോ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ ടൈപ്പ് ചെയ്താൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ സബ്സ്ക്രൈബ് മൈ ചാനൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതിൻ്റെ ട്രാൻസ്ലേഷൻ വന്നു, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന്. എല്ലാവരും ശരിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇവിടെ നമുക്ക് മലയാളം മാത്രമല്ല ഏത് ലാംഗ്വേജിലേക്കും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിനായി ഈ കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, പോർച്ചുഗീസ് ഉണ്ട്, അറബിയിലേക്ക് നമുക്ക് മാറ്റാം. പിന്നെ ഫിലിപ്പീനുണ്ട്, ഫിലിപ്പീൻസിന്. പിന്നെ ആഫ്രിക്കൻസ്, ബംഗാളി ഉണ്ട്, ബംഗാളി ഭാഷ ഉണ്ട്, ചൈനീസ്, ഫ്രഞ്ച്, ജപ്പാനീസ്, ഹിന്ദി ഉണ്ട്, ലാറ്റിൻ ഭാഷ ഉണ്ട്, നേപ്പാളി ഉണ്ട്, നേപ്പാളി ഭാഷ, പേർഷ്യൻ ഭാഷ, പഞ്ചാബി, റഷ്യൻ, അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്.
കൂടാതെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഏറോ മാർക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡാവും, ഈ ലാംഗ്വേജ് ഡൗൺലോഡാവും. നമുക്ക് ഓഫ്ലൈനായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നെറ്റൊക്കെ തീർന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇതിലൂടെ യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടാതെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കോൺവെർസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതിലുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മുടെ ഇംഗ്ലീഷും ഉണ്ടാവും, മലയാളവും ഉണ്ടാവും. നമുക്ക് ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കാം. അതിൽ നമ്മളിപ്പോൾ ഹൗ ആർ യു എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടില്ലേ എന്തൊക്കെയുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ സംസാരിച്ചാൽ മതി, അതിനൊക്കെ മറുപടി അതിൻ്റെ അപ്പുറത്ത് വരികയും ചെയ്യും. ഇതിൽ നമുക്ക് അറിയാത്ത ഭാഷയിലുള്ള ഏതെങ്കിലും മെസ്സേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. ഉദാഹരണം നമുക്ക് നോക്കാം. എൻ്റെ ഫ്രണ്ട് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു. അറബിയിലാണ് മെസ്സേജ് അയച്ചത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ നേരെ അത് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തു വെച്ചു. അവിടെ ഞാൻ നേരെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.